ഞാൻ അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. അപ്പം അഡ്വർടൈസിങ്ങിൽ നിന്ന് ചെറിയ ചില ഇവന്റ്സ് ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ സിനിമ ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ആനഗസിനെയും ഫഹദിനെയും ഒക്കെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ ഇവൻറ്റ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാജിദ് വഴി എനിക്ക് ഫ്രൈഡേയുടെ റൈറ്ററേയും ഡയറക്ടറിനെയും പരിചയപ്പെടാനിടയായി. അങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ കഥകളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഫ്രൈഡേയുടെ കഥയിൽ വന്ന് നിന്ന് അവസാനം അത് എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് ദൈവാനുഗ്രഹം, ഭാഗ്യം എല്ലാം കൊണ്ട് ഞാനത് ചെയ്തു. ആദ്യത്തെ സിനിമ സക്സസ് ആയത് മാത്രമല്ല, IFFK പോലുള്ള സ്ഥലത്ത് ഫസ്റ്റ് സിനിമ തന്നെ സ്ക്രീൻ ചെയ്തപ്പോൾ അത് തന്നൊരു കോൺഫിഡൻസ്, അത് തന്നൊരു മോട്ടിവേഷൻ ഭയങ്കരമായിരുന്നു. അങ്ങനെയാണ് ഇനിയും നല്ല സിനിമകൾ ചെയ്യണം. ഇനിയും എന്താ പറയുക, ചുമ്മാ കുറെ തട്ടുപൊളിപ്പൻ സിനിമയല്ലാതെ എന്തെങ്കിലും വാല്യൂ ഉള്ള, എന്തെങ്കിലും നല്ല കണ്ടന്റ് ഉള്ള സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടു. നെക്സ്റ്റ് എനിക്ക് എന്തായാലും ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സക്രിയയുടെ ഗർഭിണികളുടെ കഥ കേട്ടത്. അങ്ങനെ സക്രിയ ചെയ്തു. സക്രിയ ചെയ്യുന്ന കൂടെ തന്നെ കേട്ട കഥയാണ് മങ്കി പെൻ. മങ്കി പെൻ എന്ന് പറയുന്ന എന്താ പറയുക, മനുവങ്കിളിനൊന്നും ശേഷം ഒരുപാട് നാളുകളായി നമുക്ക് നല്ലൊരു കുട്ടികളുടെ ചിത്രം കിട്ടിയിട്ട്. എനിക്കെപ്പോഴും ഞാൻ കുട്ടികളുടെ സിനിമ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഈ ഡിസ്നി പോലത്തെ ചാനലുകളാണ് കൂടുതലും കാണുക. എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാറ്. അപ്പോൾ കുട്ടികളുടെ സിനിമ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചൊരു കാര്യമാണ്. അങ്ങനെയാണ് മങ്കി പെൻ വരുന്നത്. എന്തിനാ ദൈവമേ നീ മനുഷ്യനായി സൃഷ്ടിച്ചത്? അതുകൊണ്ട് നിനക്കിപ്പോ എന്താ പറ്റിയേ? ആരാ? എല്ലാവരും കണക്കാ. ഒരു 10,000 പ്രാവശ്യം വിളിക്കും. എന്നിട്ട് നേരിട്ട് കാണുമ്പോ ചോദിക്കും ആരാണ്. ഗോഡാണോ? അപ്പൊ ഗോഡ് ഇങ്ങനെയാണോ? ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇങ്ങനെ ആയതാണോ, അതോ നിന്നെ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണെന്നോ? എനിക്കൊരു പ്രശ്നമില്ല. ഓ, നിന്നെ ഞാൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇതിലുണ്ട്. മങ്കി പെൻ വളരെ നല്ലൊരു സ്റ്റോറിയും വളരെ നല്ലൊരു എന്താ പറയാ ഒരു മോറലും ഉള്ളൊരു സിനിമയായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അത് ചെയ്യുന്നു എന്ന് ആദ്യമേ തീരുമാനിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളെ സിനിമ ചെയ്യുന്നു, കുട്ടികളെ വെച്ച് സിനിമ സെറ്റ് പോലും കാണാത്ത 2 കുട്ടികളെ വെച്ച് സിനിമ ചെയ്യുന്നു, ഒരു അസിസ്റ്റന്റ് പോലും ആയിട്ടില്ല. അങ്ങനെ 20 വയസ്സുള്ള 2 പേരാണ് ഇത് സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ വെല്ലുവിളികളെ ഒക്കെ ഞങ്ങൾ മറികടന്നിട്ടാണ്, ഒരു ഇച്ചിരി വലിയ ബഡ്ജറ്റ് ആയിരുന്നു ആ സിനിമയുടെ. അത് ചെയ്തു, റിലീസ് ചെയ്തു. അത് 2 കൈ നീട്ടി പ്രേക്ഷകരെ സ്വീകരിച്ചു. അത് ഒരുപാട് കോൺഫിഡൻസ് തന്നു. അത് കോൺഫിഡൻസ് മാത്രമല്ല, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് അതൊരു വലിയ എന്താ പറയുക, എല്ലാവരും മങ്കി പെൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. മങ്കി പെൻ ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് അത് അറിയപ്പെടാൻ തുടങ്ങി. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മങ്കി പെൻ ചെയ്തതല്ലേ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇനി നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. പിന്നീട് പെരിച്ചാഴി വന്നു. ഇനി കുറച്ച് നല്ല സിനിമകൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ആട് എന്ന് പറയുന്ന ജയസൂര്യ സിനിമയാണ്. പിന്നെയും ഒരു ലാലേട്ടൻ പടം തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ബർത്ത്ഡേക്ക് അവരെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടോ? ടിപ്പ് നമ്പർ 5, സെലിബ്രേറ്റ് യുവർ ടീച്ചേഴ്സ് ബർത്ത്ഡേ. സോറി സർ, ഹാപ്പി ബർത്ത്ഡേ. ചിരി തൂകും മണ്ണിൻ മുത്തേ നീ, ഇരവിൻ പൊന്നക്ഷത്രം മുകിൽ മാനം മൂടും നാളിൽ മഴവില്ലായി മാറും നീ. Seeing those stars that shine in me, blinking every time I get a glimpse of them.
എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇനി സിനിമയൊന്നും വേണ്ട, ഇത്രയും മോശമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് എനിക്കൊരു പടം ചെയ്യണ്ട എന്ന് തോന്നിയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് എനിക്ക്. അത് മങ്കി പെൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തത് കാരണം ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റ്, ഞാൻ വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് വിചാരിച്ചിരുന്ന, എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സിനിമ ഞാൻ ആദ്യം അഡ്വാൻസ് കൊടുത്തതാണ്. പക്ഷെ അതിനേക്കാളും മുമ്പ് അഡ്വാൻസ് കൊടുത്തതായിരുന്നു മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്. പക്ഷെ രണ്ടും ഏകദേശം ഒരേ സമയത്ത് വന്നു. അപ്പോൾ മങ്കി പെൻ ചെയ്യുന്ന അത് കുറെ പിള്ളേരുടെ കൂടെ സിനിമ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ആ സിനിമ ചെയ്യാതെ പോയി. പക്ഷെ അവര് ഒരു വിമൻസ് ഡേയിലാണ് എൻ്റെ ഓഫീസിൽ വന്ന് തെറി വിളിച്ച് എന്നെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടാണ് ആ സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോയത്. അതിന്റെ റീസൺ ഞാൻ മങ്കി പെൻ പോലൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായൊരു ഇൻസിഡന്റ് ആണ് സിനിമയിൽ വന്നതിന് ശേഷം. അതിനുശേഷം ആ സിനിമ ചെയ്യാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് ആ സിനിമ ചെയ്യേണ്ടി വന്നു. സിനിമ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. എന്താ പോലും എനിക്കിപ്പോഴും ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണത്. പക്ഷെ മങ്കി പെൻ ഇറങ്ങിയ സമയത്ത് അതിന്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മങ്കി പെൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്റെ സിനിമ ഒന്നുമല്ല, അതുപോലെ ഒരു നല്ല സിനിമ നിങ്ങൾ ചെയ്തതാണ്, നിങ്ങളുടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, സോറി എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് സംസാരിച്ചു. അതെനിക്ക് തോന്നുന്നു. അപ്പോ എന്താ പറയാ, അതിനുശേഷം അതിന്റെ തന്നെ അവര് തന്നെ എനിക്ക് വീണ്ടും സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ആയെങ്കിലും അതൊരു വിഷമമായിട്ട് എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പൊ മങ്കി പെൻ സക്സസ് ആയില്ലായിരുന്നെങ്കിൽ അവരിപ്പോഴും അതുപോലെ തന്നെ ഇരുന്നേനെ. അപ്പൊ അത് എപ്പോഴും ഒരു വിഷമാണ്. ഒരു നല്ല സിനിമ ചെയ്യാനായിട്ട് ആരും സമ്മതിക്കത്തില്ല. അതിന്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാര്യം അതിനകത്ത് ഒരുപാട് പേരുടെ പേരുകൾ ഇൻവോൾവ് ആണ്. അപ്പൊ അത് പിന്നീട് അവർ ചെയ്ത സിനിമയും ഒരുമാതിരി നല്ല രീതിയിൽ ഓടിയ ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അത് ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്യാനിരുന്ന ഒരു സിനിമയായിരുന്നു. അത് മങ്കി പെൻ എന്ന് പറയുന്ന സിനിമ ചെയ്തത് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയൊരു സിനിമയാണ്. അതെനിക്ക് ആ ഒരു ഇൻസിഡന്റ്, അത് പോയതിലല്ലായിരുന്നു വിഷമം, അവര് വന്ന് എന്നെ അനാവശ്യമായി കുറെ ചീത്ത വിളിച്ചിട്ട് പോയി. അപ്പൊ അന്നാണ് എനിക്ക് സിനിമയില് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കേണ്ടി വന്നതിന്റെ ഒരു വിഷമം എനിക്ക് മനസ്സിലായ ഒരു ദിവസമായിരുന്നു. കാര്യം വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇറങ്ങി പോടാന്നോ അല്ലെ എന്തെങ്കിലും പറഞ്ഞ് അവരെ തല്ലാനോ എന്തെങ്കിലും ചെയ്യലാമോ, ഇത് അവരെന്നെ ഇങ്ങോട്ട് തല്ലാൻ വന്ന അവസ്ഥയായിരുന്നു. വളരെ വിഷമം തോന്നിയൊരു ഇൻസിഡന്റ് ആയിരുന്നു അത്. അല്ല, ഇവൻ കള്ളം പറയാനുണ്ടോ നിന്നോട്? നിങ്ങൾ എവിടെയുള്ളേ? എന്നാ നിങ്ങൾ വരാൻ ലേറ്റ് ആവോ? നീ കാര്യം എന്താ വെച്ചാ പറ. ഇന്ന് നാസ്തയ്ക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിനെ. ഹലോ, റയാന് വന്നെങ്കിലും സത്യം കയ്പാണെന്ന് തോന്നിയാൽ നീ അവനോട് പറയണം, സത്യം ഒരിക്കലും കയ്പല്ല, കള്ളം നമുക്ക് അതിമധുരമായി തോന്നുക. ആദ്യം ഞാൻ ഫ്രൈഡേ ആണ് ചെയ്തത്. അപ്പൊ ഫ്രൈഡേ ചെയ്ത് ഫസ്റ്റ് ഡേ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല മീൻസ് ഞാനല്ല വേറെ ആരോ ആണ് പ്രൊഡ്യൂസർ എന്നാണ് എല്ലാരും വിചാരിച്ചേക്കുന്നത്. അപ്പൊ ഏതോ ഒരു കൊച്ചു പെങ്കൊച്ചു നടക്കുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുകയോ ഒക്കെ ചെയ്താലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് മാത്രല്ല, ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വരുമ്പോ എന്റെ ഹോട്ടൽ റൂമില് വള്ളക്കാര് നിൽക്കുന്നു, വലക്കാര് നിൽക്കുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്നു, യൂണിറ്റുകാര് ബാറ്റയ്ക്ക് നിൽക്കുന്നു, ഒരു വലിയ ക്യൂവും റൂം നിറച്ച ആളുകളുമാണ്.
ഫസ്റ്റ് ഡേ ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു വലിയ ബില്ല്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ സിനിമ ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് എല്ലാവരുമായിട്ട് തല്ലുപിടിക്കണം, എല്ലാവരുമായിട്ടും ബാർഗെയിൻ ചെയ്യണം. ഓരോ ദിവസവും ഇത് ഫസ്റ്റ് ഡേ അത് നടന്നു, സെക്കൻഡ് ഡേയും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ബാർഗെയിനിങ്ങും ഇത്രയും ആളുകളായിട്ട് ഈ ഡീൽ ചെയ്യുന്നത് അന്നാണ് ഫസ്റ്റ് ഞാൻ ഇത്രയും ഒരു ദിവസം ഇത്രയും ആളുകൾ ഡീൽ ചെയ്യണോ എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ 2-3 ദിവസത്തിൽ ഈ പണി എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇട്ടേച്ച് പോവാണ് എന്നുള്ളത് തീരുമാനിച്ചു. പക്ഷെ വിജയ് എനിക്ക് ഭയങ്കര ധൈര്യം തന്നു, അങ്ങനെ ഇട്ടേച്ച് പോകരുത്, ഒരു കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ ഒരു സിനിമ ചെയ്ത് തീർക്കൂ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയും വിജയും എല്ലാരും കൂടെ തന്നൊരു ധൈര്യമാണ് ഫ്രൈഡേ തീർത്തത്. നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. എന്നാ കല്യാണം? നിങ്ങളിൽ ആർക്കാ കുഴപ്പം? ആശാരിമാരുടെ വേലത്തെ നീ എന്റെ അടുത്ത് കാണിക്കല്ലേ. വണ്ടി എടുത്ത് മാറ്റണ. 10 രൂപ കുറവുണ്ട് കേട്ടാ. എൻജോയ് കണ്ടിമുണ്ടാക്കോന്നിക്കാവേ. നടക്കടാ. ഈശ്വര, ഒന്നും വരുത്തല്ലേ, അവിടെ ഇല്ലാതെ ഞാൻ ബാംഗ്ലൂർക്ക് വരില്ല. ഫ്രൈഡേ തീർത്തതിന് ശേഷം പിന്നീട് എനിക്ക് ഒരു ആക്ട്രസിനോ അല്ലെങ്കിൽ വേറെ ഏതൊരു പ്രൊഡ്യൂസറിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു അംഗീകാരം എനിക്ക് കിട്ടി. അത് എല്ലാവരും ഒരു ലേഡി പ്രൊഡ്യൂസർ ഇത്രയും എങ്ങനെ ചെയ്തു തീർത്തു, ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചൊരു സിനിമ എങ്ങനെ ചെയ്തു തീർത്തു എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അപ്പൊ എനിക്കും അത്ഭുതമായി, ഇത് ഞാൻ തന്നെയാണോ ചെയ്തു തീർത്തത് എന്നുള്ളൊരു അത്ഭുതമായി. അങ്ങനെ പിന്നെ അതെനിക്ക് വീണ്ടും ഇനി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് സക്രിയയുടെ ഗർഭിണികളും മങ്കിപ്പെന്നും എല്ലാം ഉണ്ടായത്. അപ്പോൾ ആദ്യം ചെയ്ത സിനിമ എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ഞാൻ വേണമെങ്കിൽ LKG മുതൽ 10th വരെ അതിലങ്ങ് പാസ്സായി ഒറ്റയടിക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തടുത്ത സിനിമകൾ ചെയ്യാനായിട്ട് ഈസി ആയെന്ന് വേണം പറയാനായിട്ട്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡ്യൂസർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഒരു ആക്ടറിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസർ സ്റ്റേറ്റസ്. ഹലോ അനു, ഐ ആം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളോ? ആര് പറഞ്ഞു നീയാണ് ആ കുഞ്ഞുങ്ങളുടെ തന്തയെന്ന്? നീ വെറും വിത്തുകാളയാ, നാട് നീളെ ചേർപ്പിക്കാൻ കൊണ്ടു നടക്കുന്ന വെറും വിത്തുകാള. പിന്നെ നിന്റെ പ്രലോഭനത്തിൽ വീണ പഴയ അനുരാധയല്ല ഞാനിന്ന്. കൂട്ടുകാരന്റെയും ജാരന്റെയും കുപ്പായമിട്ട ഈ വിളിയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. You get lost, bastard, from our life. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് ഒരു 10-15 കുട്ടികൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. നല്ലൊരു ടീമാണ്. ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ട്. ഫ്രൈഡേ ഫിലിം ഹൗസിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഫ്രൈഡേ ഫിലിം ഹൗസിൽ തന്നെയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഡിസൈനിങ് ടീമുണ്ട്, ഫ്രൈഡേ പീപ്സ് എന്ന് പറഞ്ഞിട്ട്. സിനിമ പ്രൊമോഷൻ ഒരു വെബ് പോർട്ടലുണ്ട്, സിനിമാ പ്രാന്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ ഞങ്ങള് തുടങ്ങാൻ പോവുകയാണ്, വീഡിയോ കമ്പനി തുടങ്ങാൻ പോവാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു മരത്തിന്റെ ബ്രാഞ്ച് പോലെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന ഒരു വലിയ ട്രീയുടെ കുറെ ബ്രാഞ്ചസ് ആണ് ഇതെല്ലാം. അപ്പോൾ ദൈവാനുഗ്രഹവും ഭാഗ്യവും എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഇനിയും ഉണ്ടാവണം. പ്രേക്ഷകരുടെ എന്താ പറയുന്ന സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതാണ് കഴിഞ്ഞ സിനിമകളിൽ അത് ഒരുപാട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ അതിലും ഞങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ടാണ് പെരിച്ചാഴി പോലെ ഒരു സിനിമ ചെയ്തത്. അത് മങ്കിപ്പെന്നിലെ ആളുകൾ തന്നൊരു സപ്പോർട്ടാണ്. അത് നമ്മൾ നല്ലൊരു കഥയായിട്ട് എപ്പോൾ വന്നാലും പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിന്നാണ് പെരിച്ചാഴി എടുക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ വന്നത്. അതുവരെ പെരിച്ചാഴി വേറെ ആർക്കെങ്കിലും കൊടുക്കാം, വേറെ ആരെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ആക്കിയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന പ്രോജക്റ്റാണ്. പക്ഷെ
പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഇത്രയും വലിയൊരു സിനിമ എടുക്കാൻ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തന്നത്. അത് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. പുര നിറഞ്ഞു നിൽക്കുന്ന ഈ അണ്ണന് ഒരു കുഞ്ഞു കാലുണ്ടാകാൻ, അത് കാണാൻ ഉള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? Will you marry me? I'm sorry. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഫ്രൈഡേ ഫിലിം ഹൗസിൽ 2 പ്രൊഡ്യൂസേഴ്സും 2 രീതിയില് സൗത്ത് പോളും നോർത്ത് പോളും ആയിട്ടുള്ള 2 പ്രൊഡ്യൂസേഴ്സാണ്. വിജയ് ഞാനും ഒരു കാര്യത്തിലും ഒത്തുപോകത്തില്ല, എല്ലാത്തിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള 2 പേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അവസാനം കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ വന്നു ചേരും. അങ്ങനെയാണ്. അപ്പൊ 2 പേരുടെയും പോസിറ്റീവ്സ്, ഞാൻ പറഞ്ഞ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കും, വിജയ് പറഞ്ഞ കുറെ പോസിറ്റീവ് സാധനങ്ങൾ എടുക്കും. അപ്പൊ നെഗറ്റീവ്സ് എല്ലാം ഞങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഓരോ തീരുമാനത്തിൽ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സിനിമ കമ്പനി മാത്രമാണ് തുടങ്ങിയത്. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും സക്സസ് ആയി. ഇപ്പൊ ഞങ്ങൾ വീഡിയോ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോ, ഇനി തിയേറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഓരോരോ മേഖലയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യാറ്. ഓരോ സിനിമയ്ക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. എവിടെയാണ് അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് നോക്കി ഞങ്ങൾ അതനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. കൂടുതലും ക്രിയേറ്റീവ് പാർട്ട് കൂടുതലും വിജയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങും, ഡിസൈൻസ് ആണെങ്കിലും ടാഗ് ലൈൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിജയാണ് നോക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ഡിസൈനിങ് ടീം ഉള്ളത് കാരണം കൂടുതൽ എളുപ്പമാണ്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞ് അവര് നമ്മളുടെ മനസ്സിലുള്ള സാധനം അതേപോലെ ആക്കി തരും. അപ്പൊ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്തു തരുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കാറുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ എടുക്കണം, ഇപ്പം ഓഫീസിലുള്ള എല്ലാവരുടെയും അഭിപ്രായം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സിനിമയ്ക്കും ഓരോ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ മങ്കി പെൻ ആണെങ്കിൽ ഒരുപാട് സ്കൂളുകളിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ സക്രയുടെ ഗർഭിണികളായിരുന്നെങ്കിൽ കുടുംബശ്രീ വഴിയും, അങ്ങനെ എല്ലാ ഏരിയാസും ഞങ്ങൾ, ഇപ്പൊ പെരിച്ചാഴി ആണെങ്കിൽ അങ്ങനെ കുടുംബശ്രീന്നോ സ്കൂളെന്നോ ഒരു വ്യത്യാസമില്ല, എല്ലായിടത്തും മാർക്കറ്റ് ചെയ്യേണ്ടി വരും. പെരിച്ചാഴി ഒരു മാസ് സിനിമയാണ്, എന്താ പറയാ, ഒരു കോമഡി എന്റർടൈനർ ആണ്. അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. പ്രോജക്ട് ഫ്രീ, ജാതി, ഇൻവെസ്റ്റ്മെന്റ്, ലാംഗ്വേജ്, യൂത്ത്, നിരാഹാരം. ഐഡിയ എത്ര വേണേലും തരാം. അവന്റെ ഐഡിയാസ് ഒക്കെ ചീപ്പാണ്, അവനെ ഇങ്ങ് പറഞ്ഞു വിട്ടേ. അപ്പം എന്ത് സിനിമയും ഇപ്പൊ അതിന്റെ ഒരു സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ മാർക്കറ്റിംഗിലാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു സിനിമയും സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ ആളുകളെ തിയേറ്ററിലേക്ക് പുഷ് ചെയ്തേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞങ്ങളുടെ പാർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം.